ഏതോ 10 പേരെ എന്തോ ചെയ്ത് സെലിബ്രിറ്റി ആയ ഒരു വ്യക്തിയല്ല ഞാൻ എന്തോ ചെയ്ത ഉള്ള ആളുകളാണ് സെലിബ്രിറ്റികളായത്. താങ്കൾ തന്നെ പറയണേ, എനിക്കത് പറയാൻ ഇച്ചിരി നീക്ക് എന്താ പറയുന്ന കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം ഒരു നാട്ടിൽ നിന്ന് ജനിച്ച്. എനിക്ക് ഒരാളിനോട് ഒരു അപ്രോച്ച് തോന്നി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കും. അത് ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കൺവിൻസിംഗിൽ ഈ വിഷയങ്ങളൊക്കെ ഒരു കൂസലും ഇല്ല. നീയാണ് ചോദിച്ചത്. ഞാനത് ചോദിക്കരുതായിരുന്നു. വന്നിരിക്കുന്ന ഗസ്റ്റുകളൊക്കെ ശരി ചെയ്യുന്ന ആക്ടിവിറ്റിയെ കൊണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയത്തില്ല പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇനി ഇടി ഇട്ടിട്ടുണ്ടോ, കുനിച്ചീർത്തിട്ട് അടിച്ചിട്ടുണ്ടോ, ആളുകൾ ഇവിടുത്തെ ഡയറക്ടർ അടിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയാം. അയ്യോ അതെന്ത് നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. താങ്കളൊരു സാമൂഹ്യ പ്രവർത്തകയാണെന്നല്ലേ സ്വയം അവകാശപ്പെടുന്നത്? അല്ല, അവകാശപ്പെടുന്നതല്ല. ഞാൻ കുറെ അധികം വിളിക്കുന്നതാണോ സാമൂഹ്യ പ്രവർത്തനം? ഇല്ല, തെറിയൊക്കെ വിളിക്കേണ്ട ആളുകളെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഈ അല്ലാത്ത ആളുകളൊന്നും ഞാൻ തെറി വിളിക്കാറില്ല. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല, സത്യം. കാരണം ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ഇത് ഡിഫൻസ് ആണ്. ഞാൻ പറഞ്ഞു എനിക്ക് തെറി വിളിക്കണമെന്നുണ്ട്. അതിനെന്തെല്ലാം ഇല്ല, എനിക്ക് പറ്റില്ല. ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ഡിഫൻസിന് വേണ്ടി തെറി വിളിക്കാൻ പറ്റത്തില്ല. ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചേ പറ്റൂ. ഡിഫൻസിന് വേണ്ടി ഞാൻ തെറി വിളിക്കും. ഇത് കട്ട് ചെയ്തില്ല. ഇത് മാന്യതയില്ലാത്ത ഒരു പരിപാടിയാണ്. നമുക്കിത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. നീ എന്തിനാ പേഷ്യൻസ് ഇല്ലാതെ ഇതാക്കണം? നീ അവിടെ ഇരിക്കാതെ എന്തിനാ നിങ്ങൾ ശേഷിയില്ല, ധൈര്യമില്ല. അത് നിങ്ങൾ പിടിച്ചോണ്ടൊന്ന് ഇരുത്തിയിരിക്കണം. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ? കാര്യമായിട്ട് പ്രശ്നമുണ്ട് കേട്ടോ. ഈ കൊച്ചിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയാ നേരെ കൊണ്ടുപോവാം. ഇത് കുറച്ചു നാളായി തുടങ്ങി. ഇത് മൈൽ സ്റ്റോണിന്റെ മാത്രം പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇരുത്തി അപമാനിക്കേണ്ടെന്ന് വിചാരിച്ചു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്നെ കുറെ അപമാനിച്ച് ഞാൻ കേട്ടോണ്ടാണ് ഇരിക്കുന്നത്. പ്രശ്നമൊന്നുമില്ല എനിക്ക്. എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡയറക്ടറിനോട് ഞാൻ പറയണാണ്, നീ അടങ്ങിയിരിക്കും, കുറച്ചേരം അടങ്ങ്. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നിങ്ങൾ ചെയ്ത 5 നന്മകൾ, 5 സാമൂഹ്യ പ്രവർത്തനങ്ങളൊന്നും പറഞ്ഞാട്ടെ. ഞാൻ തിരിഞ്ഞു നിൽക്കാം. പറയണ നിന്റെ തിരിഞ്ഞു നിൽക്കുക, എന്നിട്ട് പറയൂ. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? നിങ്ങളുടെ പ്രകടനം കഴിഞ്ഞു. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. ഉസ്മാനെ രക്ഷപ്പെട്ടോ.